JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അതിന്റെ ഇതുവരെയുള്ള നിയമന നിലയെക്കുറിച്ചും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് ഓരോ ജില്ലയിലും എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്നും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യം നമുക്ക് ഇതിന്റെ അഡ്വൈസ് ഡീറ്റെയിൽസ് എങ്ങനെയാണ് എന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. ഓരോ ജില്ലയിലും എത്ര നിയമനങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. ആദ്യം നമുക്ക് തിരുവനന്തപുരം ജില്ല എടുക്കാം. തിരുവനന്തപുരം ജില്ലയിൽ 184 ടോട്ടൽ അഡ്വൈസ് ഇതുവരെ. 9/6/2026 ലാസ്റ്റ് അഡ്വൈസ് നടന്നത്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ടോട്ടൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ 144 ആണ് അഡ്വൈസ് ആണ് ഇതുവരെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഓരോ കാറ്റഗറിയിലും താഴെ നിങ്ങൾക്ക് വിശദമായിട്ട് കാണാൻ സാധിക്കും. OC 166, EBT 167, SL 18, SL 06, SL 21, SL 04, OBC 157, V 188, SIUCN 148, ഹിന്ദു N 127, ഇങ്ങനെ ഓരോ കാറ്റഗറിയിലും ഉള്ളത് വിശദമായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ ടോട്ടൽ അഡ്വൈസ് തിരുവനന്തപുരം ജില്ലയിൽ 184 ആണ്. അത് കൊല്ലം ജില്ല എടുത്താൽ കൊല്ലം ജില്ലയിൽ ടോട്ടൽ അഡ്വൈസ് ഉള്ളത് 123 ആണ്. കൊല്ലം ജില്ലയിലെ ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത്. ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് 15/6/2026 ആണ് ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ്. ടോട്ടൽ അഡ്വൈസ് എത്രയാണ് കൊല്ലം ജില്ലയിൽ? 123 ആണ്. അടുത്തത് ആലപ്പുഴ ജില്ല. ആലപ്പുഴ ജില്ല എടുത്താൽ ടോട്ടൽ അഡ്വൈസ് 104 ആണ് ടോട്ടൽ അഡ്വൈസ്. ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് 25/6/2026 ആണ് ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് വരുന്നത്. അങ്ങനെ ആലപ്പുഴ ജില്ലയിൽ 104 ആണ് ടോട്ടൽ അഡ്വൈസ്. അടുത്തത് പത്തനംതിട്ട ജില്ല. പത്തനംതിട്ട ജില്ലയിൽ ടോട്ടൽ അഡ്വൈസ് എത്രയാണ്? 86 ആണ് ടോട്ടൽ അഡ്വൈസ് വരുന്നത്. 2/6/2026 ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് വരുന്നത്. ഓരോ കാറ്റഗറിയിൽ നിങ്ങൾക്ക് താഴെ കാണാൻ സാധിക്കും. ഓരോ കാറ്റഗറിയിൽ എത്ര നിയമനങ്ങൾ നടന്നിട്ടുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ പത്തനംതിട്ട ജില്ലയിൽ ടോട്ടൽ അഡ്വൈസ് എത്രയാണ്? 86 ആണ് ടോട്ടൽ അഡ്വൈസ്. അടുത്ത ജില്ല നോക്കാം. അടുത്തത് കോട്ടയം ജില്ലയാണ്. കോട്ടയം ജില്ലയിലെ ടോട്ടൽ അഡ്വൈസ് 130 ആണ് ടോട്ടൽ അഡ്വൈസ് ഉള്ളത്. ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് 25/5/2026 ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് വരുന്നത്. അങ്ങനെ ഓരോ കാറ്റഗറി തിരിച്ച് താഴെ കാണാൻ സാധിക്കും. അപ്പോൾ ടോട്ടൽ അഡ്വൈസ് കോട്ടയം ജില്ലയിലെ 130 ആണ് ടോട്ടൽ അഡ്വൈസ് വന്നിട്ടുള്ളത്. അടുത്തത് എറണാകുളം ജില്ല. എറണാകുളം ജില്ലയിൽ ടോട്ടൽ അഡ്വൈസ് എത്രയാണ്? 188 ആണ് ടോട്ടൽ അഡ്വൈസ് വരുന്നത്. 4/6/2026 ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് വരുന്നത്. അപ്പോൾ എറണാകുളം ജില്ലയിൽ എത്രയാണ് ടോട്ടൽ അഡ്വൈസ്? 188. അടുത്ത ജില്ല നോക്കാം. അടുത്ത ജില്ല ഇടുക്കി ജില്ല എടുത്താൽ 71 ആണ് ടോട്ടൽ അഡ്വൈസ്. ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് 21/5/2026 ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് നടന്നത്. എത്രയാണ് ഇടുക്കി ജില്ലയിലെ ടോട്ടൽ അഡ്വൈസ്? 71. അത് തൃശ്ശൂർ ജില്ല. തൃശ്ശൂർ ജില്ലയിലെ ടോട്ടൽ അഡ്വൈസ് എത്രയാണ്? 242 ആണ് ടോട്ടൽ അഡ്വൈസ്. എത്രയാ ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് എന്താണ്? 6/6/2026 ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ്. ടോട്ടൽ അഡ്വൈസ് തൃശ്ശൂർ ജില്ല 242. അടുത്ത് പാലക്കാട് ജില്ല. പാലക്കാട് ജില്ലയിലെ ടോട്ടൽ അഡ്വൈസ് എത്രയാണ്? 198 ആണ് ടോട്ടൽ അഡ്വൈസ്. ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് 6/6/2026 അങ്ങനെ പാലക്കാട് ജില്ലയിലും 198 ആണ് ടോട്ടൽ അഡ്വൈസ്. അടുത്തത് മലപ്പുറം ജില്ല എടുത്താൽ മലപ്പുറം ജില്ലയിൽ ടോട്ടൽ അഡ്വൈസ് 192 ആണ്. ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് 12/5/2026 ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് വന്നിട്ടുള്ളത്. അടുത്ത കോഴിക്കോട് ജില്ല. കോഴിക്കോട് ജില്ലയിലെ ടോട്ടൽ അഡ്വൈസ് 129 ആണ്. ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് 5/6/2026 അടുത്ത് വയനാട് ജില്ല എടുത്താൽ ടോട്ടൽ അഡ്വൈസ് 34 ആണ്. 12/5/2026 ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് വന്നിട്ടുള്ളത്. ഇനി കണ്ണൂർ ജില്ല. കണ്ണൂർ ജില്ലയിലെ ടോട്ടൽ അഡ്വൈസ് വരുന്നത് 171 ആണ് ടോട്ടൽ അഡ്വൈസ് വരുന്നത്. ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് വരുന്നത് 5/5/2026 ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കാസർഗോഡ് ജില്ല എടുത്താൽ കാസർഗോഡ് ജില്ലയിലെ ടോട്ടൽ അഡ്വൈസ് എത്രയാണ്? 81 ആണ്. ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് 22/5/2026 ഇനി നമുക്ക് കട്ട് ഓഫ് മാർക്ക്, പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് നമുക്ക് വിശദമായിട്ട് നോക്കാം. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് തിരുവനന്തപുരം ജില്ല എടുത്താൽ കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത് 74 ആണ് തിരുവനന്തപുരം ജില്ലയിൽ വന്നിട്ടുള്ളത്. കൊല്ലം ജില്ല എടുത്താൽ കൊല്ലം ജില്ലയിലും കട്ട് ഓഫ് മാർക്കിൽ മാറ്റമില്ല, 74 തന്നെയാണ് കൊല്ലം ജില്ലയിലും വന്നിട്ടുള്ളത്. പത്തനംതിട്ട ജില്ല എടുത്താൽ പത്തനംതിട്ട ജില്ലയിൽ 70.67 ആണ് പത്തനംതിട്ട ജില്ലയിൽ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. ആലപ്പുഴ ജില്ലയിൽ 70.67 ആണ് ആലപ്പുഴ ജില്ലയിലും
കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. എറണാകുളം ജില്ല എടുത്താൽ എത്രയാണ്? 72 ആണ് എറണാകുളം ജില്ലയിൽ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. ഇടുക്കി ജില്ലയിൽ 68 ആണ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. തൃശ്ശൂർ ജില്ല എടുത്താൽ തൃശ്ശൂർ ജില്ല എത്രയാണ്? 72.67 ആണ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. പാലക്കാട് ജില്ല എടുത്താൽ എത്രയാണ്? പാലക്കാട് ജില്ലയിൽ 71.67 ആണ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. മലപ്പുറം ജില്ല എടുത്താൽ മലപ്പുറം ജില്ല എത്രയാണ്? 72 ആണ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. കോഴിക്കോട് എടുത്താൽ എത്രയാണ്? കോഴിക്കോട് ജില്ലയിൽ 74.67 ആണ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് കണ്ണൂർ ജില്ലയിൽ 74 ആണ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കാസർഗോഡ് ജില്ല എടുത്താൽ 70.67 ആണ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വയനാട് ജില്ലയിൽ 69.33 ആണ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ജില്ലാ അടിസ്ഥാനത്തിൽ ഓരോ ജില്ലയിലും വിലയിരുത്തുമ്പോഴുള്ള നിയമന നിലയെക്കുറിച്ചും അതുപോലെ തന്നെ ഓരോ ജില്ലയിലും കട്ട് ഓഫ് മാർക്കിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.